അഭിനയമാണ്, അഭിനയം 9ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ്. ഈ ലക്ഷങ്ങൾ വരുന്ന പ്രോപ്പർട്ടി ഇനി ഇവക്ക് സ്വന്തം. പണ്ടൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുടിയായിരുന്നു. എന്നെ കുഞ്ഞുനാളി ട്യൂഷൻ പഠിപ്പിച്ച് കുറെ അടിച്ചു പൊട്ടിച്ച ഒരാളാണ് കേട്ടോ. ഗായകൻ വന്നിരിക്കുന്നു. പണ്ടേ പാട്ട് നിർത്തിയത്. ഇനി പശു എങ്ങാണ് ഇവിടെ എങ്ങാണ് അടുത്തുണ്ടെങ്കിൽ കയറൊട്ടിച്ചോടി ഇവിടുന്ന് എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങും. എന്നിട്ട് അമ്മയുടെ വായിലിരിക്കുന്നതെല്ലാം നമ്മൾ കേൾക്കും, ഒന്നിച്ചായിരിക്കും. ഗൂഗിൾ പേ ചെയ്യാൻ നേരം ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേനും ഞാൻ ചോദിക്കും എത്ര രൂപയാ. ഇത് ഒറിജിനൽ അല്ല. എന്നെ കറങ്ങാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവളുടെ അടുത്തേ കിടക്കത്തുള്ളൂ. പിന്നെ എന്റെ ആഗ്രഹമായിരുന്നു ബിനിച്ചേട്ടൻ. എനിക്ക് നിന്നെ എന്റെ പൊന്നു മോളാണ്. ഞാൻ എങ്ങനെയൊക്കെ നിക്കണമെന്നുള്ളതും ഞാൻ എങ്ങനെയാണെന്നും ഉള്ളതും എല്ലാം അറിയാം. അല്ല എന്റെ കുഞ്ഞാന്റി അങ്ങനെയല്ല. അവളെ ഇന്നലെ കൊണ്ട് ഉപേക്ഷിച്ചു. അമ്മയാ ശരിക്കും. എന്റെ അമ്മയെക്കാളും കൂടുതൽ ഞാൻ പപ്പയായിട്ടാ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. സ്റ്റേജ് മുതലേ എന്റെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരിയാണ്. അവൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് യൂട്യൂബിൽ അങ്ങനെ ഇട്ടേക്കാം കേട്ടോ. ഇന്ന് ജിനുവിന്റെയും റിയയുടെയും എൻഗേജ്മെന്റ്. റിയ നമ്മളെ കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്ന, ഞങ്ങളൊക്കെ ഒരു പള്ളിയിലാണ്, നമ്മുടെ ചക്കാലിലെ ബീച്ചാന്റെ മോളാണ്. ഇത് ബിൻസൺ, ഞങ്ങളുടെ പള്ളിയിലെ ആസ്ഥാന ഗായകന്റെ മകനാണ്. ആള് ജർമ്മനിയിൽ നിന്ന്, ആളിന്റെ പപ്പയുടെ ബ്രദറിന്റെ മോളാണ്. കല്യാണത്തിന് വേണ്ടി ഓടി വന്നത്. ചിരിച്ചേ, ഇവിടെ ഇങ്ങനെ വരുവാണേ. ഇതുണ്ട് ഇവിടെ വരുമ്പോ ഇങ്ങനെ ഇറങ്ങണം കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ പോണം കേട്ടോ. ചാടി ഇങ്ങനെ സ്റ്റെപ്സ് എടുത്ത് വെച്ചാൽ മതി. ഒക്കുമോ എന്നുള്ള ഇവിടെ ആ മൂമെന്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അഭിനയമാണ്, അഭിനയം. നേഴ്സാണ് ഗൈസ്, നേഴ്സാണ്. ചാടി ചാടി അതേ തൊട്ടു. ഓക്കെ, മുകളിലേക്കൊക്കെ കറങ്ങിക്കുക. വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കോ. എന്നിട്ടേ ഷോളെ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങാം. കണ്ടിട്ടുണ്ട്. പള്ളി വരുന്നില്ലേ മോളെ? പാട്ട് പാടാനൊക്കെ ഉണ്ട്. എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്നെ എന്തുകൊണ്ടാണ് വെഡിങ് ഷൂട്ട് ചെയ്യാൻ വിളിച്ചത്? പറ. ഞാൻ 9ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് ചേട്ടനെ വിളിക്കണം. ഞാൻ +2 ഒക്കെ ആയപ്പോ ഞാൻ പറയായിരുന്നു ഞാൻ ചേട്ടനെ വിളിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ വിളിച്ചു. ഇതാണ് നമ്മുടെ ബീച്ച് കണ്ടോ. ചക്കാലയിലെ ഞങ്ങളുടെ ബീച്ച്. ഇന്നത്തെ കല്യാണ പെണ്ണിന്റെ അപ്പനാണ്. ഇത് ശലോമി അമ്മാമ, കൊച്ചിന്റെ വല്യമ്മ, ചക്കാല അനിയച്ചാന്റെ വൈഫ്. ഇതെന്റെ കൂട്ടുകാരിയാണ്. ഇതെന്റെ കൂടെ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കൂട്ടുകാരി. ഇത് എന്റെ അച്ഛന്റെ അനിയൻ. അനിയച്ചാന്റെ അനിയനോ? അച്ഛനെവിടെ? ബോംബെയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ഇത് എന്റെ വൈഫിന്റെ ചേട്ടത്തിയുടെ ഭർത്താവ്. ചേട്ടൻ. എത്ര സഹോദരങ്ങൾ? അനിയത്തി 4. ഇത് നമ്മുടെ റിയയുടെ ഫാമിലി. ഇത് റിയായും അനിയത്തി. ഇതാണോ റിയ? ഇതാർക്കാണ് ഈ ഇതൊക്കെ കിട്ടിയ പ്രൈസ് ഒക്കെ കിട്ടിയത്? ആർക്ക്? ഓ, നിനക്ക് ആണോ? ഇവള് കോളടിച്ചു. ഈ ലക്ഷങ്ങൾ വരുന്ന പ്രോപ്പർട്ടി ഇനി ഇവക്ക് സ്വന്തം. അവളെ ചേച്ചിയെ അതെ എല്ലാരും പറഞ്ഞിട്ട് ഇവള് മുഴുവൻ ഇതെടുത്തു. ഇതാരാ? പരിചയപ്പെടാം. ബോംബെ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചു വന്ന്. റിയയെ കുറിച്ച് പറയുമ്പോൾ റിയയുടെ ഗ്രാൻഡ് ഫാദർ അനീച്ചാന് ഞാനിപ്പം താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, റിയയൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. അത് ഞങ്ങളുടെ പപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് റിയയൊക്കെ ഓതറെ വേറൊരു കുടുംബത്തേക്ക് പോകുന്നത്. ഞങ്ങളെല്ലാം ഒരു പള്ളിയിലാണ്. പിന്നെ ഇവർ പപ്പയുടെ അനിയൻ ബിനു ഞങ്ങളുടെ പള്ളിയിലെ ആസ്ഥാന ഗായകനാണ്. കത്തോലിക്ക സഭയിലെ ആസ്ഥാന ഗായകനാണ് ബിനു. ബിനുവിനെ നമ്മൾ പിന്നെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവർക്കൊരു അനിയനുണ്ടായിരുന്നു, ഉപ്പാപ്പനുണ്ടായിരുന്നു, മനു ഞാൻ ഒരു പ്രായമായിരുന്നു. പക്ഷേ മനു ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പിന്നെ ഇവരെ ഗ്രാൻഡ് ഫാദർ പോയി. അങ്ങനെ ബീച്ചാനും ചേച്ചിയൊക്കെ ഇവിടെ പ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലിശ്ശേരിക്കടുത്താണ്. ഇവരിങ്ങോട്ട് താമസം മാറി സെന്റ് ജോൺസിലെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലെ വളരെ സീനിയർ ആയിട്ടുള്ള നേഴ്സാണ്. റിയയ്ക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്. ഗായകൻ വന്നിരിക്കുന്നു. പറഞ്ഞ ആസ്ഥാന ഗായകൻ നാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലെ ആസ്ഥാന ഗായകനും റിയയുടെ ഉപ്പാപ്പനും കൂടെയാണ് വന്നേക്കുന്നത്. കേട്ടോ, ആസ്ഥാന ഗായകൻ ക്യാമറ കണ്ടപ്പോഴേക്കും പോയിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. റിയ നന്നായിട്ട് പാട്ട് പാടുന്നു. ഇല്ല, ഞാൻ പാട്ട് പാടും. പണ്ടേ പാട്ട് നിർത്തിയത്. ഇനി പശു എങ്ങാണ് ഇവിടെ എങ്ങാണ് അടുത്തുണ്ടെങ്കിൽ കയറൊട്ടിച്ചോടി. ജിനുവിനെ നിങ്ങൾ എങ്ങനെ കണ്ടുപിട്ടി? 2 വർഷം മുന്നേ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ജിനുവിനെ എന്നെ അറിയായിരുന്നു. പിന്നെ ജിനു ആണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പിന്നാണെങ്കിൽ വീട്ടിൽ അമ്മയോടും പപ്പയോടും പറഞ്ഞ് അന്നേരം അവർക്ക് ഓക്കെ ആയിരുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ജിനു എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ല? പണ്ടൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുടിയായിരുന്നു. പക്ഷെ മുടി പോയതോടെ ഇത് ഒറിജിനൽ അല്ല, ഇത് മറ്റേ സാധനമാണ്. ഇത് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണ ദിവസം വരുമ്പോ അല്ല അന്ന് മുടി ഉണ്ടായിരുന്നു. പിന്നെ മുടി ഇല്ലാത്ത എന്റെ കുറ്റമല്ല. നിനക്കെന്തുകൊണ്ടാണ് റിയ അവനെ ഇഷ്ടപ്പെട്ടത്? നല്ല സ്വഭാവം, കുഴപ്പമില്ല. നമ്മള് ഒരേ വൈബായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നെ കറങ്ങാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓട്ടി കിടക്കുന്നത്. മലേഷ്യ, സിംഗപ്പൂര്, ദുബായ്, പിന്നെ യൂറോപ്പ് വേണ്ട, വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള, ഇന്ത്യക്കകത്ത് തുളു, മണാലി, ബോംബെ, ബാംഗ്ലൂർ, പിന്നെ നമ്മുടെ ചെന്നൈ, എവിടെ വേണേലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവരൊരു കറക്കം അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഇന്നെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്
അവൻ കൊണ്ട് കറക്കും. അതുകൊണ്ട് അവളെ കറക്കണം. ഇവിടുത്തെ ഫാമിലിയെ കുറിച്ച് പറയാം. അമ്മ വീട്ടിലായിരുന്നു ഞാൻ നിന്നത് കുറെ നാള്. പിന്നെ പപ്പയുടെ വീട്ടിൽ ഇടയ്ക്ക് പോവും, ശനിയാഴ്ച പോവും, ഞായറാഴ്ച. ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി അവിടെ വരെ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇത്. എനിക്ക് അന്നേരം കൂട്ടങ്ങനെ ആരും ഇല്ലായിരുന്നു. ഞാനും ബിൻസനുമായിട്ട് ഭയങ്കര ബോണ്ടാ. എന്ന് വെച്ചാൽ എന്റെ സ്വന്തം ആങ്ങളെ പോലെ തന്നെയാണ് അവന് മുന്നോട്ട് പോകുന്നത്. അവനും എന്നോടും അതേപോലെയാണ്. ഞങ്ങൾ ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വന്നില്ലെങ്കിൽ അവൻ എനിക്ക് ഭയങ്കര വിഷമം. എന്താ വരാത്തെ വലിയോമ്മി എന്നൊക്കെ ചോദിച്ച് അവൻ വിളിക്കാറുമുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മയുടെ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് നമ്മളോട്. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങ് താമസമാക്കി. പിന്നെ എന്റെ ആഗ്രഹമായിരുന്നു ബിനിച്ചേട്ടൻ. ഞാൻ കൊച്ചിലെ തൊട്ടേ കാണാവുന്ന ഒരാളായിരുന്നു ബിനിച്ചേട്ടൻ. വീഡിയോ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അച്ചാച്ചനെ വിളിച്ചാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ നിൽക്കണമെന്നുള്ളതും ഞാൻ എങ്ങനെയാണെന്നുള്ളതും എല്ലാം അറിയാം. എന്നെ കൊച്ചിലെ തൊട്ട് ഞങ്ങളുടെ പള്ളി തൊട്ട് കാണാൻ തുടങ്ങിയ ഒരാളാണ്. ഇവള് കുട്ടിയോട് വരുന്ന കാലം തൊട്ട് എനിക്കറിയാം. ഒത്തിരി കൂട്ടുകാരികളുണ്ടോ? ഒരാള് വീഡിയോ കോളിലൂടെ വരും. ആൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് കല്യാണത്തിന് വരും, എൻഗേജ്മെന്റിന് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആള് വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിനോദ് ചാച്ചനോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പെൺകുട്ടികളുടെ ഒക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേരൻസ് ആയിരിക്കുമല്ലോ. പ്രിയയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആരാ? എന്റെ പപ്പായാണ്. എന്റെ അമ്മയെക്കാളും കൂടുതൽ ഞാൻ പപ്പയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇപ്പൊ എന്തെങ്കിലും കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പപ്പയോട് ആദ്യമേ ചെന്ന് പറയും, പപ്പ ഇങ്ങനെയാണ് എന്ന്. ഞങ്ങൾ എന്തെങ്കിലും പറയും, പപ്പ എന്നോടും പറയും അവനെ ഇങ്ങനെയാണ്, പപ്പ എന്നെ മോനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് പപ്പയും ഞാനുമായിട്ട്. ശരിക്കും വീട്ടിൽ നിന്ന് പോകുമ്പോൾ മിസ് ചെയ്യുമല്ലോ. എന്റെ അനിയത്തിയെ മിസ് ചെയ്യും. ഞാനിപ്പോ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ 13.5 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്റെ ലൈഫിൽ ആദ്യമായി എന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് വരെ ഞാൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അനിയത്തി കൂടെ ഉണ്ടായിരുന്നത്. അന്നേരം അതുവരെ അവളും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് അവളും ഒറ്റയ്ക്കാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോഴൊക്കെയാണ് ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങിയത്. പഠിച്ച സമയം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ ആസ്ഥാന ഗായകനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോ പറഞ്ഞുകൊണ്ട് നീ ചേർന്ന്. ഇതാണ് എന്റെ അപ്പനെ എന്നെ കൊല്ലില്ലേ ഗായകൻ ഇളയ മോൻ. മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവല്ല അതിരൂപതയിലെ തന്നെ ഒരു ഗായകനാണ്. എന്റെ ജ്യേഷ്ഠന്റെ മോടെ കല്യാണം ഉറപ്പാണ്. എന്റെ പൊന്നു മോളാണ്. അവളെ ഇന്നലെ കൊണ്ട് ഉപേക്ഷിച്ചു അവളെ. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അപ്പച്ചി, ഞങ്ങളുടെ കൊച്ചുമ്മയുടെ പപ്പയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ അപ്പച്ചൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അപ്പച്ചനാണ്. അതെ, ഇതെന്റെ കൊച്ചാങ്കള. ഇവനാണെങ്കിൽ എന്നെ വിളിക്കും ചേച്ചി എന്ന് കൃത്യമായിട്ട് വിളിക്കും. ഗൂഗിൾ പേ ചെയ്യാൻ നേരം ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേനും ഞാൻ ചോദിക്കും എത്ര രൂപയാ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പൈസ ഇട്ട് കൊടുക്കും. പിന്നെ അടുത്ത ചേച്ചി വിളി, അടുത്ത പൈസ കടയിൽ കൂട്ടുകാരി എന്നെ ബാക്കി പോയി നിൽക്കുന്നേ. അവൾക്ക് നാണോന്ന് പറഞ്ഞു. അല്ല, അവള് ഒന്നുമില്ല. നാണം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോടി? ഒന്നുമില്ല. എടേ, ഇവനെ പരിചയപ്പെടുത്തില്ലടി. ഇവന്റെ എന്റെ ആങ്ങളെയാണ്, അമ്മയുടെ ചേച്ചിയുടെ മോന്. കുറച്ചോ കല്യാണ പെണ്ണിന്റെ അനിയത്തിയുടെ ഫോട്ടോ എടുക്കാണ് കേസ്. ഇച്ചിരി മേക്കപ്പ് കൂടി പോയെന്ന് തോന്നുന്നു കേട്ടോ. നിനക്ക് തിളങ്ങുന്നുണ്ട്. നിന്നെ എന്തിനാ ഞാനിങ്ങനെ ചേർത്ത് കിടത്തിയെന്ന് മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ അവന്റെ അടുത്ത് അടുപ്പിക്കില്ല. അതെങ്ങനാ അവൻ സമ്മതിക്കത്തില്ല. ഈ സ്നേഹം ഇന്നുകൊണ്ടാൻ കഴിയും. ഇന്ന് മുതൽ ജെയിംസ് ആണ്. 21-ാം തീയതി തൊട്ട് ജെയിംസ് ആണ്. നീ ഇല്ല, നീ ആ ഭാഗത്തേ വരണ്ട കേട്ടോ. അയ്യോ, അങ്ങനൊന്നും കേറി പോരുത്. അവളോട് ചോദിച്ചു നിന്നെയാണോ ഇഷ്ടം ജെയിംസിനെ ഇഷ്ടം? അവളിപ്പോ സത്യം പറയും. എനിക്ക് നിന്നെ എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് എനിക്ക് എന്റെ ചേച്ചി അമ്മ പോലെ. അമ്മയാ ശരിക്കും. ഇവളെ പോയ വിഷമമൊന്നും കാണത്തില്ല, ചെറിയൊരു സങ്കടം. പിന്നെ ആണെങ്കിൽ ഉടുപ്പൊക്കെ ഇവളുടെ എനിക്ക് എടുത്ത് ഇടാം, അതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഡ്രസ് എടുത്തോണ്ട് പോവുക. എന്തായാലും ഇങ്ങോട്ടൊന്നും വരത്തില്ലേ. പിന്നെ ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്, അമ്മച്ചിയുടെ അനിയത്തിയാണ്, അമ്മച്ചിയുടെ മോളാണ്. മോളാണ്. പണ്ട് എന്റെ കൂടെ കള്ളനും പോലീസൊക്കെ കളിക്കാൻ കൂടും. ഇതെന്റെ അങ്കിളാണ്. ഇത് കുഞ്ഞാന്റിയാണ് എന്നെ കൊച്ചിലെ എടുത്തോണ്ട്, അങ്കിളും ആണ് എന്നെ എടുത്തോണ്ടൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട്. എല്ലാ കുഞ്ഞാന്റിമാരും എടുത്തോണ്ട് നടക്കുന്നത് അല്ല, എന്റെ കുഞ്ഞാന്റി അങ്ങനെയല്ല. ഇത് നിന്റെ പപ്പായുടെ അനിയന്റെ മോന്. ഇത് തങ്ങമ്മേന്റെ ഞങ്ങളുടെ ഫാമിലി കസിനാ. ആൻസി ചേച്ചിയുടെ സാമുവേല്, ഷാരോണ്. നീ ഇവിടെ നിന്റെ അപ്പന്റെ അടുത്ത് നിൽക്കടി. നീ പിന്നെ നിനക്ക് ആരാ ഉള്ളു? എന്റെ അപ്പനല്ലേ ഉള്ളു. ഇവിടെ നിൽക്ക്. അവൾക്ക് വേറെ ആള് വരും ഇന്നോട്ട്. ജെയിംസ്. പിന്നെ നീ എന്റെ അപ്പനും അമ്മയും ഉണ്ടല്ലോ നിനക്ക് ഈ വീടൊക്കെ കിട്ടത്തുള്ളൂ. അതോ ഇവിടെ നിൽക്കണം. ഇത്രയും സ്നേഹിക്കണം. ഇച്ചിരി നീ നിങ്ങളൊക്കെ അടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അവിടെ അടുക്കടാ. എല്ലാരും ഇവിടെ നോക്കിയേ. മാറല്ലേ. ബെയ്ച്ചാൻ ആരാ പറഞ്ഞ? ബെയ്ച്ചാൻ ഫോട്ടോയ്ക്ക് നിക്കത്തില്ല. നാണ്ടല്ലേ ഇത്രയും നല്ല ചിരി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കുണ്ട്? ഒക്കെ ചിരിക്കൂ.
നമുക്ക് ഭയങ്കര സ്നേഹം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുക. ഇത്രയും നാളും നോക്കി മുഖത്ത് നോക്കി ചിരിച്ച പോലെ എല്ലാവരും ചിരിച്ച്. ഇത് എൻ്റെ ഉറ്റ സുഹൃത്താണ്. ഞങ്ങൾ രണ്ട് ഒരുമിച്ച് സർവീസ് ചെയ്തെടുത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവൾ എന്റെ കൂടെ LKG മുതലേ എന്റെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരിയാണ്. കല്യാണം കഴിഞ്ഞു? ഇല്ലല്ലോ. ഇല്ല. ഇനി എന്നാ അവിടെ കല്യാണമായി? ജനുവരിയിൽ. ഇതെന്റെ 5ാം ക്ലാസ് മുതൽ സെന്റ് ആൻസിൽ പഠിച്ച കൂട്ടുകാരാണ്. ഇത് ആശ. ഇവിടെ ഞങ്ങൾ എല്ലാത്തിനും ഒന്നിച്ചായിരുന്നു. ഇവിടുന്ന് എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങും. എന്നിട്ട് അമ്മയുടെ വായിലിരിക്കുന്നെല്ലാം നമ്മൾ കേൾക്കും ഒന്നിച്ചായിരിക്കും. ഇത് ആശയുടെ സിസ്റ്ററാണ്. പിന്നെ ഒരാളുകൂടെ ഉണ്ട്, രാഗി. അതിപ്പോ ഇന്ന് വരാൻ പറ്റിയില്ല. രാഗി പറഞ്ഞേക്കുന്നത് ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കണമെന്നാ പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് നമ്മുടെ പെണ്ണിന്റെ അമ്മ കേട്ടോ, ഞങ്ങളുടെ ബീന ചേച്ചി. അമ്മായി നോക്കിയാണ് എന്താ രസമല്ലേ. ഇതേത്തെ അറിയോ? നമ്മുടെ മുത്തുമണിയാണ്. എന്നാണ്ട് കാണോ? അതെ, ഇൻസ്റ്റാഗ്രാമിൽ കാണും, ഫേസ്ബുക്കിൽ കാണും, യൂട്യൂബിൽ കാണും. അവിടെ ആയിരിക്കും നീ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്നോട് നമ്മുടെ ഓർമ്മയുണ്ടോ? ആ, റീൽസ് ഡെയിലി ഇങ്ങനെ. ഇത് നമ്മുടെ സുനി ചേച്ചി, ഇത് ജീന ചേച്ചി. ഇത് മോളാണോ? ഗുഡ്വിന്റെ സിസ്റ്റർ ആയിരുന്നില്ലേ? എന്നെ കുഞ്ഞുനാളെ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് അടിച്ച് കൊറേ അടിച്ചു പൊട്ടിച്ച ഒരാളാണ് കേട്ടോ. ആ, എന്റെ ഒപ്പം ഭയങ്കര ഇങ്ങനൊന്നും അല്ല, ഭയങ്കര ആളായിരുന്നു. എന്തടി കിട്ടിയിട്ടുണ്ടെന്നറിയോ? ശരിക്കും ആണോ? ഞങ്ങള് നെയ്ബേഴ്സ് ആയിരുന്നു. ഇപ്പം റൈച്ചാൻ കുറച്ചും കൂടി മാറിയതോ. ഷാന്റെ ബ്രദർ എന്റെ തൊട്ടടുത്ത്. ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഇട്ടേക്കാം കേട്ടോ. അതെ. അവന് ഗുഡ്വിൻ എവിടെയാ? കാനഡയിൽ. ഇവളെന്ത് വഴിയാ, പഠിക്കണോ? അല്ലെ, നിങ്ങൾ ശരിക്കും അവിടെ മുടിയൊന്നും ഇല്ല ഇപ്പം. അവിടെ മുടിയുണ്ടെന്ന് പറഞ്ഞോണ്ട് അവളെ ഇഷ്ടപ്പെട്ടതാ. ഇന്നിപ്പോ എല്ലാ മുടിയും പോയി. എല്ലാം പറഞ്ഞോളെ. സുന്ദരിയായി അഭിയായിക്ക് വേണ്ടി എല്ലാവരും ചിരിച്ചേ. ഞങ്ങളുടെ പള്ളിയിൽ ആസ്ഥാന ഗായകന്റെ ഭാര്യ കൊച്ചുമോള് കല്യാണം കഴിക്കാൻ പോകും. സന്തോഷമായില്ലേ? അതാണ് വേണ്ടത്. അതെ, എന്റെ കൂട്ടുകാരൻ്റെ അമ്മയാട്ടോ. പിന്നെ എല്ലാം ഉണ്ട്. സ്നേഹിക്കാൻ കാണുന്നില്ല, അതുകൊണ്ട് സ്നേഹിക്കാത്ത. എന്തോരം ആൾക്കാരെ സ്നേഹിക്കണ്ടെന്നറിയോ? വത്സ ബിനുവിനെ സ്നേഹിക്കുന്ന പോലെ. പിന്നെ ഓക്കെ, സന്തോഷം കണ്ടതില്. ഓക്കെ അപ്പച്ചാ, സന്തോഷം. ബൈ ബൈ. ഓക്കെ മോനെ. ഓക്കെ. പിന്നെ പള്ളി ബിന ചേച്ചി എവിടാ? UK ആണോ? ആളൊരാളെ ഉള്ളോ? അതൊരു വീഡിയോ കോളിലാണോ? മനസ്സിലായി സൗണ്ട് കേട്ടിട്ട് ആരായിരിക്കുമെന്ന്. ഇതാണ് നമ്മുടെ പെങ്കൊച്ചിന്റെ മാവി. ഒരേ ഒരു മാവി ഉള്ളു കേട്ടോ. ആള് വന്നില്ല, UK എന്നോട് ചേച്ചി വിശേഷം പറയൂ. ഞാൻ കഴിഞ്ഞ വർഷം UK ഉണ്ടായിരുന്നു, 1 മാസം. UK കുറേ ഉണ്ട്. ലണ്ടനിലുണ്ടായിരുന്നു, ബ്രിസ്റ്റലുണ്ടായിരുന്നു, സ്കോട്ട്ലൻഡിലുണ്ടായിരുന്നു, സ്വിൻഡനിലുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ, അങ്ങനെ കുറേ സ്ഥലം. ശരി ചേച്ചി. ഓക്കെ.